ഓം ശാന്തി. ഞാൻ സുദർശന ചക്രധാരിയായി സൃഷ്ടി ചക്രത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ദർശനം ചെയ്യുന്നു. ആദ്യം ബുദ്ധിയെ സൃഷ്ടിയുടെ ആദികാലത്തേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ സത്യയുഗത്തിൽ ശിവാലയവാസിയായിരുന്നു. സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. അവിടെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മമായിരുന്നു. വിശ്വത്തിൽ കേവലം നമ്മളുടേതായ രാജ്യമായിരുന്നു. ആത്മാക്കൾ സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ഞാൻ ഉയർന്നതും പവിത്രവുമായിരുന്നു. സൂര്യവംശി ദേവതയായിരുന്നു. പവിത്ര രാജ്യമായിരുന്നു. പിന്നീട് കലകൾ കുറഞ്ഞു വന്നു. ത്രേതായുഗത്തിലെത്തിയപ്പോൾ 2 കലകൾ കുറഞ്ഞു. ത്രേതയിൽ സെമി സ്വർഗമായിരുന്നു. എങ്കിലും ഞാൻ നിർവികാരിയായിരുന്നു. ചന്ദ്രവംശി ദേവതയായിരുന്നു. പിന്നീട് മധ്യകാലത്തിൽ രാവണൻ വന്നു. വികാരങ്ങളാകുന്ന രാവണന്റെ പ്രവേശതയുണ്ടായപ്പോൾ ആത്മാക്കൾ വികാരികളായി. താഴേക്കു പതിച്ച് താഴെ എത്തി. കലിയുഗത്തിൽ വിഷയവൈതരണി നദിയിൽ മുങ്ങിക്കുളിക്കുകയായിരുന്നു. പിന്നീട് ബാബ വന്ന് കുടുമ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ശിവബാബ സൃഷ്ടിയിൽ അവതരിച്ച് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി തന്നു. മുഴുവൻ ലോകത്തിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും പറഞ്ഞു തന്നു. ബാബ പറഞ്ഞു തന്നു, സൃഷ്ടിയുടെ അന്ത്യകാലത്തിൽ ഈ ലോകത്തിൻ്റെ വിനാശമുണ്ടാകും. പിന്നീട് ആദിയിലേക്ക് വരാൻ ഞാൻ വീണ്ടും പവിത്രമാകും. അതിനാൽ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ ഓർമ്മിക്കുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ശിവബാബയെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ വീണ്ടും എന്നെ സത്യയുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഞാൻ വീണ്ടും പവിത്ര ദേവതയാകുന്നു. സൃഷ്ടി ചക്രം പൂർണ്ണമാകുന്നു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനത്തെ സ്മൃതിയിൽ കൊണ്ടുവന്ന് ബുദ്ധിയിൽ സ്വദർശന ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കണം. പാവനമാകാൻ ആത്മീയ അച്ഛൻ മന്മനാഭവയുടെ ഇഞ്ചക്ഷൻ നൽകുന്നു. ബാബ പറയുന്നു, ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകൂ. സൃഷ്ടിയുടെ ചക്രം കറങ്ങി
പഴയതിൽ നിന്നും പുതിയതും പുതിയതിൽ നിന്നും പഴയതുമാകുന്നു. ഇതാണ് സുദർശന ചക്രം. ബാബ സദാ പാവനനാണ്. അച്ഛന്റെ സമ്പത്ത് കുട്ടികൾക്കുള്ളതാണ്. ഒന്ന് മുക്തിയും മറ്റേത് ജീവൻ മുക്തിയും. ഞാൻ കക്കയിൽ നിന്ന് വജ്രമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റാൻ ബാബയ്ക്ക് തന്നെ സൃഷ്ടിയിലേക്ക് വരേണ്ടി വന്നു. ബാബ ആത്മീയ സർജനാണ്. ആത്മാക്കൾക്ക് ഇഞ്ചക്ഷൻ നൽകുന്നു. ഭാരതവാസികൾ ഈ സമയം ഭയാനക നരകത്തിലകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാബ എന്നെ യോഗ്യതയുള്ളവനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പതിതത്തിൽ നിന്നും പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വിശ്വത്തിന്റെ അധികാരിയാകും. ബാബയിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനാമൃതം കുടിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യണം. പൂജാരിയിൽ നിന്നും പൂജ്യരായി മാറുന്നതിന് വേണ്ടി വികാരങ്ങളെ ത്യാഗം ചെയ്യണം. സ്വർഗത്തിലേക്ക് പോകുന്നതിന് യോഗ്യരാക്കി മാറ്റുന്നതിന് ബാബയുടെ ഓരോ ആജ്ഞയും അനുസരിക്കണം. പൂർണ്ണ നിശ്ചയ ബുദ്ധിയുള്ളവരായി മാറണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. അനുഭവത്തിന്റെ വിൽപ്പവറിലൂടെ മായയുടെ പവറിനെ നേരിടുന്ന അനുഭവി മൂർത്തിയാകുന്നു. ഏറ്റവും ശക്തിശാലി സ്ഥിതിയാണ് അനുഭവം. എല്ലാ ആത്മാക്കളെയും സന്തുഷ്ടമാക്കുന്നു. നേരിടാനുള്ള ശക്തിയിലൂടെ സർവരെയും സന്തുഷ്ടമാക്കാനുള്ള ശക്തി അനുഭവത്തിന്റെ വിൽപ്പവറിലൂടെ സഹജമായി പ്രാപ്തമാക്കുന്നു. അതിനാൽ ഓരോ ഖജനാവിനെയും അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് അനുഭവി മൂർത്തിയാകൂ. പരസ്പരം നോക്കുന്നതിനു പകരം സ്വയത്തെ നോക്കൂ, പരിവർത്തനപ്പെടുത്തൂ. ഓം ശാന്തി.